Yes. അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സെഷന് വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കാം. ഓക്കെ, മെഡിറ്റേഷൻ നമുക്ക് ലാസ്റ്റ് തന്നെ കൊടുക്കാം. അപ്പൊ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കുക എന്നുള്ള ഒരു ടോപ്പിക് ആയിരുന്നു. എങ്ങനെ നമുക്ക് നമ്മളൊരു ബെസ്റ്റ് ഫ്രണ്ട് ആക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ലൈഫിൽ നമ്മൾ ഏതൊക്കെ രീതിയിൽ ചേഞ്ചസോ കാര്യങ്ങളോ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അത് ഏത് മേഖലയിലാവട്ടെ, നമ്മുടെ സമ്പത്തിലാവട്ടെ, നമ്മുടെ റിലേഷൻഷിപ്പിലാവട്ടെ, നമ്മുടെ ഹെൽത്ത് വൈസ് ആയിക്കോട്ടെ, നമ്മളുടെ മെന്റലി ഫിസിക്കലി ഏത് രീതിയിൽ നമുക്ക് ചേഞ്ചസ് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഫസ്റ്റ് വർക്ക് ചെയ്യേണ്ട കാര്യം അതാണ്. നമ്മള് നമ്മളിൽ വർക്ക് ചെയ്യാൻ മീൻസ് നമ്മളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മളുമായിട്ട് കൂടുതൽ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് നമ്മളെ തന്നെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുക. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് മെത്തേഡുകൾ ഉണ്ട്. ആ മെത്തേഡുകളാണ് ഇന്നലെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ. ഓർമ്മ ഉണ്ടല്ലോ അല്ലെ? പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? അപ്പൊ നമുക്ക് നമ്മളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം നമ്മൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഏത് സാഹചര്യം ആയിക്കോട്ടെ, ഏത് സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകുന്നതായിക്കോട്ടെ, നമ്മുടെ സാഹചര്യങ്ങളെ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ആളുകളെ അല്ലെങ്കിൽ നമ്മുടെ കഴിവുകളെ, നമ്മുടെ കുറവുകളെ കുറ്റപ്പെടുത്തുന്നതിന് പകരം നമ്മൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ നമ്മളെ അക്സെപ്റ്റ് ചെയ്യാം. ഐ അക്സെപ്റ്റ് മൈസെൽഫ്, അത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളെ തന്നെ പറഞ്ഞു നമ്മുടെ എന്റെ സിറ്റുവേഷൻ ഇതാണ്, ഞാൻ ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. ആ രൂപത്തിൽ നമ്മൾ ഏത് സിറ്റുവേഷൻ ആണോ അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ട് എന്ന് നമ്മൾ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു നമ്മള് ഒറ്റയ്ക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കുറച്ച് സമയം നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം നമുക്ക് ഏറ്റവും കൂടുതൽ ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി കൂടി നമ്മൾ സമയം കണ്ടെത്തുക എന്നുള്ളത്. അപ്പൊ അത്തരത്തില് അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങളെ സമയം നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നോ? എന്തൊക്കെ കാര്യങ്ങളാ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്? ചാറ്റ് ബോക്സിൽ ഒന്ന് പറയോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലെ? അതെന്തായിരുന്നു? ചാറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ മതി. യോഗ ജേണൽ. ഓക്കെ, യോഗ ജേണൽ ഒക്കെ നമ്മൾ സാധാരണ ചെയ്യുന്നുണ്ട്. അത് ഈ ഒരു കണക്ഷൻ കൂട്ടാൻ വേണ്ടി നമ്മൾ ഡെയിലി ചെയ്യുന്നതാ. അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരു സമയം തന്നെ, ജേണലിങ് എഴുതുന്ന സമയത്ത്, യോഗ ചെയ്യുന്ന സമയത്ത്. അപ്പോഴൊക്കെ പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളെ ഇന്റൻഷൻ എന്താണെന്നുള്ളത്. ഇത് നമ്മളെ ബെസ്റ്റ് സെൽഫിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ആണ്. ഇപ്പൊ നിങ്ങൾ ഈ സെഷനിൽ ഇവിടെ വന്നിരിക്കുന്ന സമയത്ത് പോലും നമ്മൾ കൊടുക്കേണ്ട ഒരു ഇന്റൻഷൻ ഉണ്ട്. എന്ത് ഇത് എന്റെ ബെസ്റ്റ് സെൽഫിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ആ ട്രൂ സെൽഫിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ കാണാത്തവര് വീഡിയോ കണ്ടാൽ മതി ട്ടോ. അപ്പൊ എന്റെ ബെസ്റ്റ് സെൽഫിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നതൊക്കെ മാറ്റം വരണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ചെയ്യാണ് എന്നുള്ള രൂപത്തിൽ. ഇപ്പൊ ചില ആളുകൾ യോഗ ചെയ്യുന്നതും എക്സസൈസ് ചെയ്യുന്നതും ഒക്കെ പലപ്പോഴും ചിലപ്പോ ആരോഗ്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ വരുന്നിട്ടുണ്ടാവും. അപ്പൊ ആ ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒക്കെ ഇന്റൻഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിന് പകരം നമ്മുടെ ബെസ്റ്റ് സെൽഫിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മൾ ഓരോ സെഷന് നിങ്ങൾ കയറുന്ന സമയത്തായിക്കോട്ടെ, നിങ്ങൾ ജേർണലിംഗ് എഴുതുന്ന സമയത്തായിക്കോട്ടെ, നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാ. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് വേണ്ടിയിട്ട് തന്നെയാ എന്നുള്ള ബോധത്തോട് കൂടിയിട്ടായിരിക്കണം വരേണ്ടത്. നമ്മളെ ബോധം അറിഞ്ഞുകൊണ്ട് ഉപബോധത്തിൽ മാറ്റം വരുത്തണം. ബോധ മനസ്സുണ്ട്, ഉപബോധ മനസ്സുണ്ട്. നമ്മുടെ ഇമ്പ്യൂരിറ്റീസിൽ മനസ്സിലെ മാലിന്യങ്ങൾ കംപ്ലീറ്റ് കിടക്കുന്നത് നമ്മളെ ഉപബോധ മനസ്സിലാണ്. ആ ഉപബോധ മനസ്സിൽ മാറ്റം വരണം എന്നുണ്ടെങ്കിൽ നമ്മളെ ബോധം അറിയണം. ബോധം അറിഞ്ഞുകൊണ്ടേ നമുക്ക് മാറ്റം വരുത്താൻ പറ്റുള്ളൂ. നമ്മളെ കുട്ടികളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, അവരെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നമുക്ക് അവരുടെ എന്ത് മാറ്റാണോ വരുത്തേണ്ട കാര്യം അത് നമുക്ക് അവരെ അടുത്ത് പോയിട്ട് പോസിറ്റീവായിട്ട് പറഞ്ഞു കൊടുത്ത് അവരിൽ മാറ്റം വരുത്താൻ പറ്റുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നമ്മൾ കുറച്ച് വയസ്സും ഇതൊക്കെ ആയതുകൊണ്ട് ബുദ്ധി വിവരമൊക്കെ വെച്ചതുകൊണ്ടുള്ള പ്രശ്നം. കാരണം അപ്പൊ നമ്മൾ തന്നെ എന്ത് ചെയ്യും? മാറ്റത്തിനെ റെസിസ്റ്റ് ചെയ്യും. നമ്മളെ
ബുദ്ധി കൊണ്ട് അല്ലെങ്കിൽ നമ്മളെ ചിന്തകൾ കൊണ്ട് വരുന്ന മാറ്റത്തെ നമ്മൾ റെസിസ്റ്റ് ചെയ്യും. അപ്പൊ ആ റെസിസ്റ്റൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഇന്റൻഷൻ പ്യുവർ ആക്കണം. അതിനു വേണ്ടിയിട്ട് ഈ ഇത്രയും ദിവസം നമ്മൾ ടാസ്ക് ഇതുവരെ തുടങ്ങിയിട്ടില്ല നമ്മളെ ഗ്രൂപ്പില്. ഇപ്പൊ കുഞ്ഞു കുഞ്ഞു ഈ ടാസ്ക് കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത് എന്താ വെച്ചാൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ പീരീഡാ. കാരണം ഇതൊക്കെ എന്തിനാ ചെയ്യുന്നതെന്നുള്ളൊരു ബോധം നമ്മളെ ബോധ മനസ്സിന് അതിന്റെ ഒരു അവയർനെസ് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ 1-2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച 2 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോഴത്തേന് ഈ പ്രാക്ടീസ് ഒക്കെ നിർത്തിപ്പോകുന്നത്. ഇതൊക്കെ ചിലപ്പോ എല്ലാം അറിയാം, ഇതിലൊക്കെ ഇരിക്കുന്ന ആളുകളുണ്ടാവും, എല്ലാ വിവരമൊക്കെ കിട്ടി നമ്മളെ പെയ്ഡ് പ്രോഗ്രാമിൽ വരെ ജോയിൻ ചെയ്ത് എല്ലാ കാര്യങ്ങളും കിട്ടിയിരിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷേ ഇതിന്റെ ആ ഇന്റൻഷൻ പ്യുവർ അല്ലാത്തത് കൊണ്ടാണ് നമുക്ക് കൺസിസ്റ്റന്റ് ആവാൻ പറ്റാത്തത്, ഈ കാര്യങ്ങൾ നമുക്ക് തുടർച്ചയായിട്ട് ചെയ്ത് കൊണ്ടുപോവാൻ പറ്റാത്തത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈഫ് ലോങ് നമ്മളെ കൂടെ പോകേണ്ട കാര്യങ്ങളാ. ഈ കാര്യങ്ങൾ എത്രത്തോളം നമ്മൾ കുളിക്കല് നമ്മൾ നിർത്തൂലല്ലോ, അതേപോലെ തന്നെ അല്ലെ നമ്മളെ ശരീരം ശുദ്ധിയാക്കുന്ന പോലെ മനസ്സിനെയും എപ്പോഴും ശുദ്ധിയാക്കാൻ വേണ്ടി നമ്മൾ അത്രത്തോളം നമ്മളെ കൂടെ കൊണ്ട് നടത്തേണ്ട കാര്യങ്ങളാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ, നമ്മൾ മെഡിറ്റേഷൻ പ്രാക്ടീസ്, ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസുകളെല്ലാം നമ്മൾ ലൈഫ് ലോങ് കൊണ്ട് നടക്കേണ്ട കാര്യം. പക്ഷെ അത് നമ്മളെ ബോധത്തിന് അറിയില്ല അത് എന്തിനാ ചെയ്യുന്നത്. ഇതിങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ചെയ്യാന്നുള്ള അങ്ങനെയല്ല അതിന്റെ ഇന്റൻഷൻ വെക്കേണ്ടത്. നല്ല ഇന്റൻഷനോട് കൂടിയിട്ട് വേണം ഈ കാര്യങ്ങൾ ചെയ്യാൻ. അപ്പൊ സെൽഫുമായിട്ട് കണക്ട് ചെയ്യാതെ അല്ലെങ്കിൽ നമ്മുടെ സെൽഫിനെ നമ്മുടെ ബെസ്റ്റ് സെൽഫ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കാതെ നമുക്ക് ഒരിക്കലും നമ്മളെ ലൈഫിൽ ഒരു മാറ്റവും കൊണ്ടുവരാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒന്ന് ഞാൻ പറഞ്ഞു. പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ജോയസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യം, അത്രയും നമുക്ക് ജോയസ് ആയിട്ട് ആ ജോയ് ഫീൽ ഉള്ളിൽ കൊണ്ടുവരുന്ന കാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പൊ ഞാനൊക്കെ ചില സമയത്ത് ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന കാര്യമാണ് ഇതേപോലെ ഈ ചിത്രം വരച്ചിട്ട് നമ്മൾ ചെറിയ കുഞ്ഞു കുട്ടികൾ എന്ത് ചെയ്യും, ചിത്രം വരച്ച് കളർ കൊടുക്കുന്ന പോലെ ചിത്രം വരച്ച് ക്രയോൺ ഒക്കെ എടുത്തിട്ട് കളർ കൊടുക്കും. അത് മാക്സിമം എൻജോയ് ചെയ്ത് ചെയ്യും. അതും നമുക്ക് ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഹാപ്പി ഫീൽ. പക്ഷെ എല്ലാവർക്കും അത് ഹാപ്പി ഫീൽ കിട്ടിക്കൊള്ളണമെന്നില്ല കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളെ നാച്ചുറൽ പ്രകൃതിയില് നമുക്ക് നാച്ചുറൽ വാക്ക് നമ്മള് എന്താ ചെയ്യാ, ഈ ഗാർഡന് അല്ലെങ്കിൽ മരങ്ങളും ഇതിന്റെ ഒക്കെ ഇടയിൽ കൂടെ ഒക്കെ നടന്ന് ആ ഒരു ശ്വാസം കാര്യങ്ങൾ, ആ ഒരു പ്യുവർ ഓക്സിജന് കാര്യങ്ങളൊക്കെ വലിച്ചെടുത്തൊന്ന് ഫീൽ ചെയ്ത് ആ നാച്ചുറിനെ കുറിച്ച് ആലോചിച്ച് അവിടെയുള്ള ബ്ലെസ്സിങ്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കാന്നുള്ളത്. അല്ല, നാച്ചുറൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നുണ്ട്. അപ്പൊ നാച്ചുറിനെ നമ്മളിങ്ങനെ ഉള്ളിലേക്ക് എടുത്ത് എൻജോയ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നാച്ചർ കുറെ സീക്രട്ടുകൾ നമുക്ക് വേണ്ടിയിട്ട് റിവീൽ ചെയ്ത് തുടങ്ങും. അതിൽ നിന്ന് നമുക്ക് ഒരുപാട് വിസ്റ്റംസ് കിട്ടും. നമ്മൾ ഈ ക്ലാസ്സിൽ ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് വന്നിരിക്കുമ്പോൾ ഞാൻ ആ വിസ്റ്റംസ് പറഞ്ഞു തരുന്നത്. പക്ഷെ നാച്ചുറൽ ഇറങ്ങി അതിനോട് ഇടപഴകി അതിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ അവിടെ നിന്ന് നമുക്ക് വിസ്റ്റംസ് കിട്ടും. നമ്മൾ എത്രത്തോളം ഇവോൾവ് ചെയ്യുന്നോ, നമ്മളിങ്ങനെ മൈൻഡിനെ എത്രത്തോളം പ്യൂരിഫൈ ചെയ്ത് മൈൻഡിനെ ഇങ്ങനെ ഇവോൾവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും വെച്ചാല് വിസ്റ്റംസ് ഇനി പറഞ്ഞു തരാൻ ആരും ആവശ്യം ഉണ്ടാവില്ല, നമുക്കുള്ളിൽ തന്നെ വരും. ഒരു അടുക്കളയിൽ കയറി തീ കത്തിക്കുമ്പോഴും അവിടുന്നും കിട്ടും നമുക്ക് എന്തെങ്കിലും വിസ്റ്റം, കുക്ക് ചെയ്യുമ്പോഴും കിട്ടും വിസ്റ്റം, പാത്രം കഴുകുമ്പോഴും കിട്ടും വിസ്റ്റം. ഇതൊക്കെ പറയാൻ കാരണം കൂടുതലും ഇവിടെ വീട്ടമ്മമാരാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നു അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടും, വിസ്റ്റംസ് കിട്ടാൻ തുടങ്ങും. നമ്മൾ എത്രത്തോളം നമ്മുടെ ബെസ്റ്റ് ആക്കുന്നോ അതിനനുസരിച്ചിട്ടായിരിക്കും. നമ്മളെ മൈൻഡ് എത്രത്തോളം പ്യുവർ ആണോ, ഹൃദയം എത്രത്തോളം ശുദ്ധി ഉള്ളതാണോ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇങ്ങനെ കുറേ എന്തിനു പോണ്ട, ഒരുപാട് ക്ലാസ്സുകൾ ഇങ്ങനെ കേൾക്കാൻ പോകേണ്ട ആവശ്യമുണ്ടല്ലോ. നമ്മളെ ഉള്ളിൽ നിന്ന് തന്നെ വിസ്റ്റംസ് വരാൻ തുടങ്ങും. അപ്പൊ പ്രകൃതിയിലേക്കൊക്കെ ഇറങ്ങി കുറച്ച് സമയം ആ പ്രകൃതിയുമായിട്ട് ഇങ്ങനെ അലൈൻ ചെയ്ത് അതിലിങ്ങനെ നടക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് പല പല നല്ല ക്ലാരിറ്റി തോട്ടുകൾ വരും, നല്ല ചിന്തകൾ കാര്യങ്ങൾ വരും. അപ്പൊ ഈ സെൽഫുമായിട്ട് നമ്മളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എന്നാലും പറഞ്ഞു. പിന്നെ നമ്മളെ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസസുകളെല്ലാം നമ്മളെ സെൽഫുമായിട്ട് കണക്ട് ചെയ്യാൻ നമ്മളെ സഹായിക്കും. അതുപോലത്തെ വേറൊരു കാര്യമാണ് സെൽഫ് കെയർ പ്രാക്ടീസ് എന്നുള്ളത്. സെൽഫ് കെയർ പ്രാക്ടീസ് നമ്മൾ എന്ത് ചെയ്യാം, ഡെയിലി നമ്മളൊരു സെൽഫ് കെയർ കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോ പുറത്തു പോകുന്ന സമയത്ത് എങ്ങനെയാണോ നമ്മൾ നല്ലോണം ഒരുങ്ങി മുടിയൊക്കെ വാർന്ന് അല്ലെങ്കിൽ നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് നല്ല ഡ്രസ്സ് ധരിച്ച് നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെയും കോലത്തിലാവില്ല പുറത്തിറങ്ങി പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷന് പോകുന്നുണ്ടാവും. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരുങ്ങി പോണത്? എന്തുകൊണ്ടാ അങ്ങനെ അത്രയും ഒരുങ്ങി നമ്മൾ ഭയങ്കര മൊഞ്ചാക്കി ഇങ്ങനെ പുറത്തു പോകുന്ന സമയത്ത് നമ്മൾ ഡ്രസ്സൊക്കെ അയേൺ ചെയ്ത് ഭയങ്കര നല്ല ആർക്ക് കാണാൻ വേണ്ടിയിട്ടാ നമ്മൾ ചെയ്യുന്നത്? മിക്കവാറും അതെന്തായിരിക്കും, മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെ?
ബാക്കിയുള്ളവരെന്താ വിചാരിക്കുക, നമ്മൾ മുടിയൊന്നും വരാത്ത മുടിയൊക്കെ ഇങ്ങനെ ആ വീട്ടിൽ ഇരിക്കുന്ന കോലത്തിൽ അങ്ങനെ ആ ഡ്രസ്സിൽ അങ്ങ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക? യെസ്, തീർച്ചയായിട്ടും ബാക്കിയുള്ളവർ പറയില്ലേ അല്ലെ, ഓര് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ ജീവിക്കണ ആർക്ക് വേണ്ടിയിട്ടാ? മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാ. ഓരെ കാണുമ്പോൾ മാത്രല്ല, നമ്മൾ നമ്മളെ കാണുമ്പോഴും ആ ഫീലിൽ നമ്മൾ എന്ത് ചെയ്യണം? കൊണ്ട് നടക്കണം. അപ്പൊ സെൽഫ് കെയർ പ്രാക്ടീസിങ്ങും നമ്മളെ സെൽഫുമായിട്ട് നമ്മളെ കണക്ട് ചെയ്യാൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ സെൽഫ് കെയർ എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ പുറത്തു പോകുമ്പോ മറ്റൊരാൾക്ക് നമ്മളെ ഇങ്ങനെ മറ്റൊരാളെ മുന്നിൽ നമ്മൾ എങ്ങനെ പ്രസന്റ് ചെയ്യിക്കുന്നോ, അത് നമ്മൾ എന്തായാലും അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ ബാക്കിയുള്ളവരുടെ മുന്നിൽ നമ്മൾ പോയിട്ട് പ്രസന്റ് ചെയ്യും അല്ലെ? അതുപോലെ നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യണം. അപ്പൊ ഡെയിലി രാവിലെ തൊട്ട് വീട്ടിലിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? കെയർ ചെയ്ത് കൊണ്ടുപോകണം. അപ്പൊ അതിന്റെ ഭാഗമാണ് നല്ല രീതിയിൽ മുടിയൊക്കെ ചീകി നല്ല ഭംഗി അല്ലെ, നല്ല ഡ്രസ്സ് ധരിച്ച് നല്ല രീതിയിൽ നമ്മളെങ്ങനെയൊക്കെ നമുക്ക് അല്ലെ, പുറത്തു പോകുമ്പോ നമ്മൾ എങ്ങനെയൊക്കെ നമ്മൾ മുഞ്ചാക്കുന്നുണ്ടോ അതേപോലെ വീട്ടിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാം? അതുപോലെ നമ്മളെ കെയർ ചെയ്ത് കൊണ്ടുപോവാം. മീൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നമ്മളെ സെൽഫ് കെയർ, ഇപ്പൊ സ്കിൻ കെയർ, നമ്മളെ ഹെയർ കെയർ, നമ്മളെ ബോഡി കെയർ, അതേപോലെ നമ്മളെ ശരീരത്തിന് വേണ്ടിയിട്ട് നമ്മളെ ബോഡിക്ക് വേണ്ടിയിട്ട് നമ്മൾ എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഡ്രസ്സ്, നല്ല നീറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ധരിച്ച് മുടിയൊക്കെ നല്ല രീതിയിൽ കെട്ടി ഒതുക്കി, മീൻസ് എങ്ങനെ നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് നമ്മൾ എങ്ങനെയൊക്കെ ഒരുങ്ങുന്നോ അതേപോലെ വീട്ടിലും രാവിലെ തൊട്ട് വൈകിട്ട് വരെ നമ്മൾ അങ്ങനെ ഒന്ന് നടന്നു നോക്കിയാൽ നമ്മളെ എനർജിയിൽ ഭയങ്കര ചേഞ്ചസ് വരും. ഒറ്റ മിനിറ്റ്. തൊണ്ടക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, അത് ശരിയായി വരുന്നേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഓക്കെ. അപ്പൊ സെൽഫ് കെയർ ഈസ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെ മൈൻഡിനെ, നമ്മളെ ബോഡീനെ, നമ്മളെ സോളിനെ നമ്മൾ എന്ത് ചെയ്യാ? കെയർ ചെയ്ത് കൊണ്ട് നടക്കുക എന്നുള്ളത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇപ്പൊ നമ്മൾ ചെയ്യുന്ന സ്പിരിച്വൽ പ്രാക്ടീസുകൾ നമ്മളെ സോളിനെ കെയർ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിനെന്ത് ചെയ്യണം? അത് മനസ്സറിഞ്ഞിട്ട് സോൾ അറിഞ്ഞിട്ട് അല്ലെ, നമ്മളെ ഹൃദയത്തിൽ തട്ടിയിട്ട് ചെയ്യാൻ പറ്റണം. അപ്പൊ അതെന്ത് ചെയ്യും? അത് സോളിനെ കെയർ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മളെ മൈൻഡിനെ കെയർ ചെയ്യുന്ന കാര്യമാണ് എന്ത്? നമ്മളെ മെഡിറ്റേഷൻസ്, അതേപോലെ തന്നെ യോഗ, ഈ അതേപോലെ തന്നെ നമ്മളെ ജേർണലിംഗ് പ്രാക്ടീസസ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തിനുള്ള നമ്മളെ മൈൻഡിനെ കെയർ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതേപോലെ നമ്മളെ ബോഡീനെ കെയർ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്ന അല്ലെ, കുളിക്കുന്നതാവട്ടെ, നല്ല വസ്ത്രം ധരിക്കുന്നതാവട്ടെ, അതുപോലെ അല്ലെ നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസിന് നമ്മൾ എങ്ങനെയൊക്കെ നമ്മൾ കയറണം. അതിന്റെ ഭാഗമാണ് നന്നായിട്ട് വെള്ളം കുടിക്കുന്നത്. നന്നായിട്ട് വെള്ളം കുടിക്കുന്നത് മീൻസ് ഒരു ദിവസം 2.5 ലിറ്റർ, മാക്സിമം 2.5 ലിറ്റർ അല്ലെങ്കിൽ മിനിമം 2.5 ലിറ്റർ വെള്ളം നമ്മൾ കുടിക്കുന്നത് ശ്രദ്ധിക്കുക. കൃത്യസമയത്ത് ഭക്ഷണം, കൃത്യസമയത്ത് ഭക്ഷണം. ചിലപ്പോൾ നമ്മൾ ഭയങ്കര പണീന്റെ തിരക്കിന്റെ ഇടയിൽ ഭക്ഷണ കാര്യങ്ങളൊക്കെ മാറ്റി വെക്കും. ചില ആളുകൾ ഉണ്ടാവും നമ്മളെ ബോഡിക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പൊ നല്ല വെയിറ്റ് ലോസ് ചെയ്യാനും അങ്ങനെ ഡയറ്റ് കാര്യങ്ങൾ അതൊക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. അതൊക്കെ ഉണ്ടാവും, 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും അത് പഴയ പോലെ ആവും. പക്ഷെ നമ്മൾ നമ്മളെ സ്നേഹിച്ചിട്ടാണ് ആ ഡയറ്റ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും 2 ദിവസം കൊണ്ട് അത് നിൽക്കൂല. എന്തായില്ല, 2 ദിവസം കൊണ്ട് അത് നിൽക്കൂല. അത് കംപ്ലീറ്റ് ആക്കാൻ നമുക്ക് പറ്റും. അത് നമ്മളെ അറിഞ്ഞിട്ടല്ലാണ്ട് നമ്മളിത് ആരൊക്കൊക്കോ എന്തൊക്കൊക്കോ പറയുന്നു. അപ്പൊ അതൊക്കെ കേട്ട് നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾക്ക് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ള ബോധമില്ലാതെ, ബോധം അറിഞ്ഞിട്ടില്ല എന്തിനാണ് ഇത് ചെയ്യുന്നത്. ആരോ എപ്പോഴോ വന്ന് ഉപബോധത്തിൽ ഒരു എന്താണ് ഒരു ഇതിട്ട് തന്നിട്ടുണ്ട്, ഒരു പോയിന്റ് ഇട്ട് തന്നിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്താല് ഇങ്ങനെ മാറ്റങ്ങള് കാര്യങ്ങള് വരും എന്നുള്ളത്. പക്ഷെ കുറച്ച് കഴിയുമ്പോ എന്താ, ബോധത്തിന് മറവി വരും. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ അത് മറന്നു പോകും. പിന്നെ വീണ്ടും ആരെങ്കിലും ഒക്കെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വരണം. അപ്പൊ ഇതിലുള്ള കുറെ ആൾക്കാരുണ്ടാവും, സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾ. ആദ്യമൊക്കെ ഇതൊക്കെ ടാസ്ക് ഒക്കെ നല്ല രീതിയിൽ ചെയ്താ, പക്ഷെ ഓരോ ബോധത്തില് എന്താണ് വല്ലാണ്ട് അങ്ങ് കേറില്ല, ബോധം മറന്നുപോയി. ബോധം അറിഞ്ഞുകൊണ്ട് വേണം ഉപബോധത്തിൽ മാറ്റം വരുത്താണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ലൈഫിൽ
കറക്റ്റ് മാറ്റങ്ങൾ കാര്യങ്ങൾ കൊണ്ടുവരൂല. അപ്പൊ ചിലവർ പറയും ഇതൊക്കെ ചെയ്തിട്ട് വെറുതെ ഞാൻ കുറെ ചെയ്താ എന്നിട്ട് ഇപ്പൊ എന്താ പിന്നെ അതേപോലെ തന്നെ ആവും. വേണം എന്ന് വിചാരിച്ച് ഇന്റൻഷൻ പ്യുവർ ആക്കിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒരിക്കലും അത് പിന്നീട് മറ്റ് എന്തിലേക്ക് പോവില്ല, പഴയ അവസ്ഥയിലേക്ക് നമുക്ക് പോവില്ല. നമ്മൾ എനർജി റൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അത് നമ്മളെ എനർജി അത്രത്തോളം, അതുപോലെ തന്നെ ഒരു കാര്യമാണ് നമ്മൾ എനർജി എപ്പോഴും റൈസ് ആക്കിയിട്ട് കൊണ്ട് നടക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത്. നമ്മളെ സെൽഫ് കെയറിന്റെ ഭാഗം സെറ്റ് ബൗണ്ടറീസ് കീപ്പ് ചെയ്യുക. അതായത് അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളിൽ നിന്നും അല്ലെ, നമ്മളിപ്പോ ചില ആളുകൾ ഉണ്ടാവും ഫ്രണ്ട്സിനെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ വേറൊരു കൂട്ടത്തിൽ പോയി ഇരിക്കുന്ന സമയത്ത് അവിടെ എന്താണോ സംസാരം അതിൽ അങ്ങ് കൂടിക്കൊടുക്കും. എന്നിട്ട് ചിലപ്പം ബാക്കിയുള്ളവരെ പറ്റി കുറ്റം പറയുന്നതായിരിക്കാം, അവരുടെ കുറവുകൾ പറയുന്നതായിരിക്കാം, അവരെ കുറിച്ചുള്ള അല്ലെ അസൂയപ്പെടുന്ന വാക്കുകൾ, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അതൊക്കെ നമ്മളെ എനർജീനെ ലോ ചെയ്യുന്ന കാര്യങ്ങളാണ്, എനർജീനെ കുറക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, എത്രത്തോളം നമ്മളെ എനർജീനെ നമ്മൾ കൂട്ടാം. അപ്പൊ ഇങ്ങനത്തെ ടോക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടുന്ന് നമുക്ക് മാറി നിൽക്കാം. അല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടം നമ്മളെ എനർജീനെ ബാധിക്കുന്ന കാര്യമെന്നുണ്ടെങ്കിൽ അവിടേക്ക് മാറി നിൽക്കാം. നമ്മളെ കൂട്ടുകെട്ടുകൾ നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്, താഴേക്ക് വലിക്കുന്നുണ്ട്, എനർജി ലോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് മനഃപൂർവ്വം മാറി നിൽക്കാം. മീൻസ് നമ്മളെ എനർജീനെ, ഇപ്പൊ ചില ആളുകൾ ഉണ്ടാവും ലൈഫിൽ ഭയങ്കര പ്രശ്നം ഇങ്ങനെ വന്ന് പ്രശ്നം വന്ന് പറയുന്ന ആളുകളിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളതല്ല അതുകൊണ്ട് ഉദ്ദേശിച്ചത്. ചിലപ്പോൾ ചില ആളുകൾക്ക് കേൾക്കാൻ ഒരാൾ വേണം, പക്ഷെ ആ കേൾക്കുന്നത് എന്തോട് കൂടിയിട്ട് വേണം കേൾക്കാൻ, അവർക്കൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കണം എന്ന രൂപത്തിലായിരിക്കണം അത് കേൾക്കേണ്ടത്. ആരെങ്കിലും ഒരു പ്രശ്നം വന്ന് പറയുമ്പോഴത്തേന് അല്ലേ അങ്ങനെ അല്ലേ എന്താ അല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് അങ്ങ് കൂടുമ്പോ അതേ എനർജി നമ്മളും സ്വീകരിക്കുകയാണ്. നമ്മളെ എനർജിയും ഓരോ എനർജി പോലെ എന്ത് ചെയ്യും, ലോ ആകും. അത് നമ്മളെ പ്രശ്നമാക്കി നമ്മൾ അവിടെ മാറ്റും. മറ്റുള്ളവരെ പ്രശ്നം നമ്മളെ പ്രശ്നമാക്കി അവിടെ അങ്ങ് മാറ്റിയാൽ അവർക്ക് നല്ല രീതിയിലുള്ള സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ഒരിക്കലും പറ്റൂല. അപ്പൊ ആരെങ്കിലും നമ്മൾ അടുത്ത് വന്നിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങള് എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ട്, അവർക്ക് ചിലപ്പോൾ പറയാൻ ഒരാൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് വന്ന് പറയുന്ന ആളുകളായിരിക്കാം. അപ്പൊ അത്തരം സിറ്റുവേഷനിൽ നമ്മൾ അത് കേൾക്കാണ്ട് മാറി നിൽക്കുക എന്നല്ല അവിടെ നമ്മൾ അത് അവരുടെ പ്രശ്നമായിട്ട് അവർക്ക് എന്ത് സൊല്യൂഷൻ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അല്ലെ, അത് അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മൾക്ക് എന്ത് സൊല്യൂഷൻ അവിടെ ചെയ്യാൻ പറ്റും, ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു നിന്നിട്ട് അതിനെ നോക്കി കാണുമ്പോൾ അതിന് സൊല്യൂഷൻ കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അതല്ലാണ്ട് അല്ലെ, നമുക്ക് സിമ്പതി അല്ല വേണ്ടത്, എമ്പതിയാണ് വേണ്ടത്. സിമ്പതി നമ്മള് അവരെ കൂടെ ആ പ്രശ്നത്തിലേക്ക് അങ്ങ് കയറി ആലേ അങ്ങനെ ആലേ എന്ന് പറഞ്ഞ ആ എനർജി അങ്ങ് സ്വീകരിക്കുമ്പോൾ നമ്മളും ആ പ്രശ്നത്തിന്റെ ഉള്ളിലായി. പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതൊന്നും ശരിയായിട്ടുള്ള നല്ല എന്തായിരിക്കൂല, സജഷൻസ് ആയിരിക്കൂല. അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും ഇങ്ങനെ വരുമ്പോ എന്തുകൊണ്ടായിരിക്കും ആ പ്രശ്നത്തിന് കാരണം, ചിലപ്പോ ഓർക്ക് അത് അറിയണല്ലോ. അപ്പൊ ഇത് കേട്ടിരിക്കുന്ന നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലെ, ഇങ്ങനെ ഒരു പ്രശ്നം നമ്മളെ ലൈഫിൽ സംഭവിക്കണം. നമ്മുടെ മൈൻഡ് എന്താണ്, നമ്മളെ പുറമേയുള്ള ലോകം എന്നുള്ളത് നമ്മുടെ മൈൻഡിന്റെ റിഫ്ലക്ഷൻ ആണ്. അപ്പൊ ആരെന്ത് പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും അവിടെ അതിനൊരു റീസൺ അവരുടെ മൈൻഡിലുണ്ട്. അതെന്തായിരിക്കാം, അതിങ്ങനെ നമുക്കിപ്പോ തോന്നും. ഇപ്പൊ ഒരാൾ വന്ന് പറയുമ്പോ ഇന്നൊരു കാര്യം ഇതിന്റെ ഉള്ളിലുണ്ട്, അപ്പൊ എന്താണ് ഇത് മാറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. ആ രൂപത്തിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അപ്പൊ ബൗണ്ടറീസ് നമ്മൾ കീപ്പ് ചെയ്യണം. നമ്മൾ എനർജി എപ്പോഴും ഹൈ ആക്കാൻ വേണ്ടി നോക്കണം. നമ്മളെ എനർജി താത്തുന്ന രൂപത്തിലുള്ള എന്തൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടോ അതിനൊക്കെ മാക്സിമം നമ്മൾ മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. മാറി നിൽക്കാന്ന് പറഞ്ഞപ്പോ എല്ലാവരുടെ അടുത്തുനിന്ന് മാറി ഒറ്റയ്ക്ക് ഇരിക്കുക എന്നുള്ളതല്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിൻ്റെതായ രൂപത്തിൽ ഇപ്പൊ ഒരാളെടുത്ത് ഇരിക്കുന്നുണ്ട്, ഇപ്പൊ ഒരാള് നമ്മളോട് വന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് കുറെ നെഗറ്റീവ്സ് അങ്ങ് പറഞ്ഞ് നമുക്ക് ഭയങ്കര എന്തായിട്ട് ഇപ്പൊ നമ്മളെ നമുക്ക് കൺട്രോൾ ചെയ്യാം, നമ്മളെ സംസാരത്തിൽ നിന്ന് കൺട്രോൾ ചെയ്യാം, ബാക്കിയുള്ള കൂട്ടത്തിൽ നിന്ന് നമുക്ക് മാറി നിന്ന് കൺട്രോൾ ചെയ്യാം. പക്ഷെ ഒരാൾ വന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് നമ്മളെ കുറിച്ച് ചിലപ്പോൾ നന്നായിട്ട് എന്ത് പറഞ്ഞു, എന്തെങ്കിലും നെഗറ്റീവ് വേർഡ്സോ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളോ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ നമ്മൾ എന്ത് പറയാ, ക്യാൻസൽ 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 എന്ന് പറഞ്ഞ് നമ്മളെ തോട്ടിൽ നിന്ന് അതിനെ ഒഴിവാക്കുക, അല്ലെങ്കിൽ ഡിലീറ്റ് 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 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് മൈൻഡിൽ പറഞ്ഞാൽ മതി. ആ തോട്ട് എന്ത് ചെയ്യൂല, ആ എനർജി നമ്മളെ ഉള്ളിലേക്ക് കയറൂല, അത് അവരെന്നെ കൊണ്ടുപോകും. ഞാനിപ്പോ ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ട് ഞാൻ സുമയ്യക്ക് തരികയാണ്, സുമയ്യ മാമിന് ഞാൻ ഒരു ഗിഫ്റ്റ് തരികയാണ്. സുമയ്യ മാം പറഞ്ഞു ഇത് എനിക്ക് വേണ്ട, മാം എന്നെ വെച്ചു എന്ന് പറഞ്ഞാൽ ആ ഗിഫ്റ്റ് ആരെടുത്ത, എന്റെ അടുത്താ. അതേപോലെ തന്നെയാണ് പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് എന്തെങ്കിലും ഒരു വാക്ക് പറയുമ്പോൾ അതങ്ങ് എടുത്ത് നമ്മളെ ഉള്ളിൽ കൊണ്ടുവെക്കുന്നതുകൊണ്ടാണ് പ്രശ്നങ്ങൾ വരുന്നത്. അതെന്ത് ചെയ്യാം, അവരടുത്ത് തന്നെ അങ്ങ് കൊടുത്തു വിട്ടേക്കാം. അവര് പറയുന്ന കാര്യങ്ങൾ അത് നമുക്ക് ആവശ്യമുള്ളത് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം അല്ലെ. എല്ലാം കൊടുത്തു വിടാൻ ചിലപ്പോൾ നമുക്ക് നമ്മളെടുത്ത് വന്ന തെറ്റിന് പകരമായിരിക്കാം അത്. അങ്ങനെ വല്ലതും ആണെന്നുണ്ടെങ്കിൽ ആ തെറ്റ് മനസ്സിലാക്കി തിരുത്താൻ വേണ്ടിയിട്ടുള്ള മനസ്സ് കൂടി നമുക്ക് ഉണ്ടാവണം, അങ്ങനെ കൂടി നമുക്ക് ഉണ്ടാവണം. അപ്പോ
നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സെൽഫ് കെയർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിൽ നമ്മളെ എനർജീനെ, നമ്മളെ ബോഡീനെ, അല്ലെ? അപ്പൊ ആ സെൽഫ് കെയറിന്റെ ഭാഗമാണ് നമ്മള് ഫുഡ് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഫുഡ് കഴിക്കുന്ന സമയത്താണ് സിബ മാം കേട്ടില്ല കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചോദിക്കാം. ഓക്കെ. അപ്പോ എന്താണ് സെൽഫ് കെയറിന്റെ ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ബൗണ്ടറീസ് കീപ്പ് ചെയ്യുക എന്നുള്ളത്. ആവശ്യമില്ലാത്ത എനർജീസ് കാര്യങ്ങൾ നമ്മളെ ഉള്ളിലേക്ക് കയറ്റാണ്ടിരിക്കുക. നമ്മളെ എനർജി എപ്പോഴും ഹൈ സ്റ്റേറ്റിൽ കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത്. ഓക്കെ. അപ്പൊ അതേപോലെ തന്നെ നമ്മളെ ബോഡീനെ കെയർ ചെയ്യുക എന്നുള്ളത്. ആ ബോഡീനെ, നമ്മളെ എനർജി കെയർ ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള സിറ്റുവേഷനിൽ നിന്നും മാറി നിൽക്കുന്നതും ഇതുപോലെ നമ്മളെ ക്യാൻസൽ അടിച്ച് നമ്മളെ മൈൻഡ് ശരിയാക്കുന്നതൊക്കെ. പിന്നെ ബോഡി കെയറിങ്, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച കാര്യം എന്തായിരുന്നു, നമ്മള് ഡയറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഫുഡ് കാര്യങ്ങൾ, ഭക്ഷണങ്ങൾ കാര്യങ്ങൾ കഴിക്കുന്ന സമയത്ത് നമ്മൾ അത്രത്തോളം നമ്മളെ ബോഡീനെ കെയർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ജങ്ക് ഫുഡ് കഴിക്കാൻ പോവില്ല. ഇനിയിപ്പോ മാസത്തിൽ ഒരിക്കലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി നമ്മൾ കഴിച്ചാലും അത് സ്ഥിരമായിട്ട് നമ്മളെ ഇതെന്താക്കി മാറ്റൂല, ഒരിക്കലും നമ്മളത് ലൈഫിന്റെ പാർട്ടാക്കി മാറ്റൂല. അപ്പൊ എന്തെങ്കിലും വെച്ചാൽ നമുക്ക് അസുഖങ്ങളോ കാര്യങ്ങളോ അതുമൂലം നമുക്ക് വരൂല. എപ്പോഴെങ്കിലൊക്കെ നമുക്ക് കഴിക്കുമ്പോൾ പ്രശ്നമില്ല. പക്ഷെ ഡെയിലി നമുക്ക് ജങ്ക് ഫുഡ്സ് കാര്യങ്ങൾ, അല്ല ഹെൽത്തി ഫുഡ്സ് മര്യാദക്ക് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നമുക്ക് ഡിസീസസ് കാര്യങ്ങൾ വരുന്നുണ്ടാവുക. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് അപ്പൊ സെൽഫ് കെയർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി തൊട്ട് നിങ്ങൾ ശീലിക്കേണ്ട അടുത്ത ടാസ്ക് ആണെന്ത്, പുറത്തു പോകുമ്പോ എങ്ങനെ നമ്മൾ ഒരുങ്ങി നടക്കുന്നുണ്ടോ അതേപോലെ വേണം നമ്മളെ വീടിന്റെ ഉള്ളിലും നമ്മളെ അല്ലെ, നമ്മളെ കണ്ണാടിയിൽ കാണുന്ന സമയത്ത് പുറത്തുനിന്ന് ഇപ്പൊ നമ്മളെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഏറ്റവും നല്ല ഡ്രസ്സ് ധരിക്കും, വീടൊക്കെ നല്ല ക്ലീൻ ആക്കി, അല്ലെ, എന്തൊക്കെ ഇവിടൊക്കെ ഉണ്ടോ അതൊക്കെ നമ്മൾ നല്ല വൃത്തിയാക്കി ഒക്കെ വെക്കും. അതങ്ങ് പോയാല് ഗസ്റ്റ് വന്ന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലോ അത് അതേ പഴയ കൊലത്തിൽ തന്നെ ആവും ചെയ്യും. ഇനി നമ്മളോട് പറയാതെ ആരെങ്കിലും വന്നാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു പോയാലും നമുക്ക് എന്നാലും അതൊക്കെ എന്താണ്, ഇനി പോരെന്താ വിചാരിച്ചിട്ടുണ്ടാവുക അത് ആലോചിച്ച് നടക്കും, അല്ലെ? അപ്പൊ അങ്ങനെ ആലോചിക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കണ്ട. നമ്മൾ ഇപ്പോഴേ അതെന്ത് ചെയ്യാ, കെയർ ചെയ്ത് അങ്ങ് കൊണ്ടുപോവാ. അപ്പൊ പുറത്ത് അല്ലെ, എന്നും ആരെങ്കിലും ഒക്കെ വരുന്നുണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ ആ വരുന്ന ആൾ ആരാന്ന് നോക്കിയാല് അപ്പൊ നോക്കിയാൽ മതി, നമ്മളെ ഇങ്ങ് പഠിച്ചു വിട്ടിട്ടുള്ള ഒരാൾ നമ്മളെ നോക്കുന്നുണ്ട്, നമ്മളെ ഓരോ കാര്യങ്ങളും ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അവിടെ അത് നോക്കിയാൽ മതി. അത് ഡെയിലി നമ്മളെ കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പൊ എത്രത്തോളം നമ്മളെ സൂക്ഷ്മത എന്ന് പറയുന്നത് ഇതൊക്കെ സൂക്ഷ്മതയിൽ പെട്ടതാ. നമ്മൾ സൂക്ഷ്മത ഉള്ളതാവണം എന്ന് പറയുമ്പോൾ ഈ സെൽഫ് കെയർ നമ്മൾ എന്നും നമ്മളെ ചുറ്റുപാടിനെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ചുറ്റുപാടിനെ വൃത്തിയാക്കാന്ന് പറയുമ്പോൾ നമ്മളെ ചുറ്റിലും എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീന്, അല്ലെ, വാരി വലിച്ചെടുക്കുന്ന സംഭവങ്ങൾ കാര്യങ്ങൾ, അല്ലെ, ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ എങ്ങനെ നമ്മളെ വീട് നന്നാക്കുന്നു അതേപോലെ ഡെയിലി പ്രാക്ടീസ് ചെയ്യാം. നമ്മളെപ്പോഴും നല്ല മൊഞ്ചാക്കി നല്ല രൂപത്തില്, അല്ലെ, നല്ല ഇതിൽ കൊണ്ട് നടക്കുക. അതിപ്പോ ഇനി വീട്ടിലെ പണിക്കല്ലേ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഏറ്റവും പഴയ ഡ്രസ്സ് കാര്യങ്ങൾ എടുത്തിടും, ഒന്നും വേണ്ട, ഒക്കെ എന്ത് ചെയ്യാം, നമ്മളെ നല്ല പ്രീമിയം ആക്കി സെറ്റപ്പ് ആക്കി കൊണ്ടുവരാം. അപ്പൊ പുറത്ത് നമ്മൾ ആ സെറ്റപ്പിൽ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഉള്ളിൽ എന്ത് ചെയ്യും, അതിന്റെ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യാൻ തുടങ്ങും. ഉള്ളിലത്തെ വേൾഡിന്റെ റിഫ്ലക്ഷൻ ആണ് പുറത്തെ വേൾഡ് എന്ന് പറയുമ്പോൾ പുറത്തെ വേൾഡ് ശരിയാക്കുമ്പോൾ ഉള്ളിലെ വേൾഡും ശരിയാവും, ഉള്ളിലെ വേൾഡ് ശരിയാക്കുമ്പോൾ പുറത്തെ വേൾഡും ശരിയാവും. അപ്പൊ ഇവിടെ നമ്മൾ രണ്ടും കൂടിയാ ശരിയാക്കണേ. അപ്പൊ രണ്ടും കൂടി ശരിയാക്കുന്ന സമയത്ത് പുറത്തുള്ള കാര്യങ്ങളും ശരിയാവുന്നു, ഉള്ളിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നു. അപ്പൊ പെട്ടെന്ന് എന്ത് ചെയ്യും, ചേഞ്ചസ് കാര്യങ്ങൾ നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളും കൂടി പറയുന്നത്. ഓക്കെ. അപ്പോ ഇനി മുതൽ എന്ത് ചെയ്യാം, സെൽഫ് കെയർ പ്രാക്ടീസ് ചെയ്യും. എന്നും ആരെങ്കിലുമൊക്കെ ഗസ്റ്റ് വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് വിചാരിച്ചങ്ങ് രാവിലെ തൊട്ട് എല്ലാ കാര്യങ്ങളും സെറ്റാക്കി കൊണ്ടുപോവാം. ഓക്കെ. ആരെങ്കിലും വരാൻ കാത്തിക്കണ്ട എന്താവാന്, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോവാൻ കാത്തിക്കണ്ട, നമ്മളെ നല്ല രീതിയിൽ കെയർ ചെയ്ത് കൊണ്ടുപോവാന്, മുഞ്ചാക്കി കൊണ്ടുനടക്കാന്. അല്ലാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, നല്ല രീതിയിൽ നല്ല വൃത്തിയില്, അല്ലെ, എല്ലാ കാര്യങ്ങളും വൃത്തിയിലും വെടുപ്പിലും എന്തൊക്കെയാണോ എവിടെയൊക്കെ വെക്കേണ്ട സ്ഥലങ്ങളിൽ വെച്ച് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആക്കുക. അത് വൃത്തി ശുദ്ധി എന്നുള്ളതൊക്കെ നമ്മളെ ഈ എന്താണ് പറയാ ഐശ്വര്യത്തിന്റെയും അബണ്ടൻസിന്റെ ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ അതൊക്കെ ഇതിന്റെ പാർട്ടാ. നമുക്ക് മൈൻഡ്ഫുൾനെസ് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അതിന്റെ പാർട്ടാ. അപ്പൊ ഇതൊക്കെ എപ്പോഴും എന്ത് ചെയ്യാം, നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇനി മുതൽ സെറ്റാക്കി കൊണ്ടുപോകാൻ നോക്കാം. ഇനിയിപ്പോ ഒരു ദിവസം ഞാൻ ചെയ്ത് രണ്ടാമത്തെ ദിവസം ആയപ്പോഴത്തേനും അറിയാതെ എന്ത് ചെയ്യും, 2-3 ദിവസമൊക്കെ ചെയ്തിട്ടുണ്ടാവും ഈ കേട്ട ഇതിന്റെ ഒരു എഫക്റ്റിലെ, പിന്നെ വീണ്ടും പഴയ പോലെ ആവും. അപ്പൊ ഓക്കെ, സമയം കൊടുക്കാം നമുക്ക്. സാരില്ല, നമ്മള് ശീലമില്ലാത്ത പുതിയ ശീലങ്ങൾ തുടങ്ങിയതാണല്ലോ. അപ്പൊ നമുക്ക് ചെറിയൊരു വേരിയേഷൻ കാര്യങ്ങൾ അതിൽ വന്നേക്കാം.
കുഴപ്പമില്ല. ഇന്നിപ്പോ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇനിയും ശരിയാക്കാലോ, വീണ്ടും ശരിയാക്കി തുടങ്ങാം. അപ്പൊ ചിലപ്പം വീണ്ടും എന്ത് ചെയ്യും, നമുക്ക് പാളിച്ചകൾ പറ്റും, അപ്പൊ വീണ്ടും ശരിയാക്കി തുടങ്ങാം. അങ്ങനെ ശരിയാക്കി 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 നമ്മളെ ശരിയാക്കാം. സ്വയത്തോടുള്ള യുദ്ധമാണ് ഏറ്റവും വലിയ യുദ്ധം എന്നാണ് ബുദ്ധ പറഞ്ഞിട്ടുള്ള കാര്യം. നമ്മളെ സ്വയത്തോടുള്ള യുദ്ധമാണ് ഏറ്റവും വലിയ യുദ്ധം. ആ സ്വയത്തിനെ നിങ്ങൾ എന്താണ് യുദ്ധം ചെയ്ത് നമ്മളെ കയ്യിലാക്കുന്നുവോ അപ്പോഴാണ് നമുക്ക് വിജയിക്കാന്നുള്ളത്. അപ്പൊ നമ്മൾ രാവിലെ 6 മണിക്ക് അലാറം വെക്കും, അല്ലെങ്കിൽ 5 മണിക്ക് അലാറം വെച്ചിട്ട് എന്ത് ചെയ്യും, 5 മണിക്ക് അലാറം അടിക്കും, വേണ്ട ഒരു 5 മിനിറ്റ് കൂടി കിടക്കാം അല്ലെ, എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നീക്കുന്ന ആളാ. സ്വയത്തോട് അവിടെ യുദ്ധത്തിൽ നമ്മൾ തോറ്റതാ. 5:30ക്ക് പിന്നത് 6 മണിയാക്കുന്നതും 6:30ക്ക് നീക്കുന്നതും ഒക്കെ. അപ്പൊ ഇതേപോലെ തന്നെ ആ യുദ്ധം നമ്മൾ എന്ത് ചെയ്യണം, ജയിച്ചേ മതിയാവും, എന്നാലേ ജീവിതത്തിൽ വിജയം നേടാൻ പറ്റുള്ളൂ. അപ്പോ ഇതിനൊക്കെയുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഉള്ളിൽ വേണ്ടാത്ത കൊണ്ട് നിർത്തിട്ടാണല്ലോ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാന്ന് വെച്ചാല് ഇനി തൊട്ട് സെൽഫിനെ നന്നായിട്ട് കെയർ ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പൊ ഇന്നലെ പറഞ്ഞ ഇന്നും കൂടി പറയാനുള്ള കാരണം ഇത് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആ. സെൽഫിനെ നമ്മളുമായിട്ട് കണക്ട് ചെയ്യിക്കാതെ, സെൽഫിനെ നമ്മളെ ബെസ്റ്റ് സെൽഫിനെ പുറത്ത് കൊണ്ടുവരാതെ, നമ്മളെ ഈ സെൽഫുമായിട്ട് നമ്മൾ ഒരു കണക്ഷനും ഇല്ലാതെ നമ്മളെ സ്നേഹിക്കാതെ നമുക്കൊന്നും നേടാൻ പറ്റൂല. അതുകൊണ്ടാണ് ഇന്നലെ ഇന്നും ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കണത്. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം മനസ്സിലാവണം. ഇതൊക്കെ പറഞ്ഞിട്ട് ആ സെൽഫിനോട് അത്രത്തോളം ഇഷ്ടം കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടിയിരിക്കണോന്ന് അറിയാന് ഈ വീഡിയോ നോക്കിയാൽ മതിയാവും. വീഡിയോ മോഡിൽ വന്നിരിക്കുന്ന ആളുകൾ നോക്കിയാൽ മതി. ബാക്കിയുള്ളവർക്ക് എന്താ ചെയ്യാന്ന് വെച്ചാല് അവർക്ക് അവരെ പുറത്തുള്ളവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പോലും എന്തില്ല, അതിനുള്ള ധൈര്യം പോലും വന്നിട്ടില്ല. ചില ആളുകൾക്ക് സാഹചര്യങ്ങൾ കൊണ്ടാവാം, പക്ഷെ സാഹചര്യങ്ങളൊന്നും ഒരു പ്രശ്നമില്ലായിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ നിങ്ങളുടെ സെൽഫുമായിട്ട് എന്തല്ല കണക്റ്റഡ് അല്ല. സെൽഫുമായിട്ടുള്ള കണക്ഷൻ വളരെ കുറഞ്ഞു നടക്കുക. അതുകൊണ്ടാണ് ബാക്കിയുള്ളവർ, ഇപ്പൊ ഞാൻ വീഡിയോയിൽ വരുന്ന സമയത്ത് ഓരിന്നെ നോക്കൂലേ ഇവരിന്നെ നോക്കൂലേ എന്ന് എന്ത് പറയാനുള്ള കാരണം, അത് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, വീഡിയോ ഓഫ് ആക്കിയിട്ട് അവിടെ ഇരിക്കാനുള്ള റീസൺ. അപ്പൊ നിങ്ങൾ കുറച്ചുകൂടി നന്നായിട്ട് സെൽഫിൽ വർക്ക് ചെയ്യണം എന്നുള്ളതാ, അതിനു വേണ്ടിയിട്ട് പറഞ്ഞതാ. ഓക്കെ, യെസ്. അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ ഇത്രയും നേരം കേട്ടിരുന്നതിന്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് നേരത്തെ നസീബ മാം അല്ലേ